വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഗെയിൻ ഒരു വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇത് കുറച്ച് റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്രീം നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചിട്ട് ഒരുപാട് വഷളാക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നതിനേക്കാൾ മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ക്രീമിന്റെ പേര് എന്ന് പറയുന്നത് ഗോറി എന്നാണ്. ഈ ഗോറി എന്ന് പറയുന്നത് നമ്മുടെ ഫേസ അല്ലെങ്കിൽ കെൻസ ഇതുപോലത്തെ തന്നെ ഒരു ബ്യൂട്ടി ക്രീമാണ്. എന്താ പറയുക, വൈറ്റനിങ് ക്രീമാണ് ഗോറി എന്ന് പറയുന്നത്. ഇതൊരു പാകിസ്ഥാൻ കമ്പനിയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് 2017 പറയപ്പെടുന്നത്. ഞാനതൊരു ഷുവർ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ 2017 ഈ ഒരു പ്രോഡക്റ്റ് പാകിസ്ഥാൻ എന്താ പറയാ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ ഗോറി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഡെയിലി, അതായത് നമുക്ക് രാവിലെയും രാത്രിയും ഉപയോഗിക്കാം. അപ്പൊ ഇതൊരു നമ്മുടെ ഫേസ് ഒക്കെ ആയിരുന്നെങ്കിൽ അതൊരു നൈറ്റ് ക്രീം ആയിരുന്നു. എന്നാൽ ഗോറി എന്ന് പറയുന്നത് നമുക്ക് ഡേയും നൈറ്റും ഉപയോഗിക്കാന്ന് അവർ പറയുന്നുണ്ട്. അതിന് അവർ പറയുന്ന കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. അവരുടെ തന്നെ, അതായത് ഗോറിയുടെ തന്നെ ഒരു സോപ്പ് ഉണ്ട് സാധാരണ. ആ സോപ്പ് വെച്ച് നമ്മൾ മുഖം കഴുകിയ ശേഷം മാത്രം ഒരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കാന്നാണ് പറയുന്നത്. അതായത് ഒരു 7 ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും പറയുന്നു. അതേപോലെ തന്നെ നല്ല വ്യത്യാസവും ഉണ്ട് ഈ ഗോറി എന്ന് പറഞ്ഞ ക്രീമിന്. ഇനി ഈ ഗോറി എന്ന് പറയുന്ന ക്രീമില് ഒരുപാട് എന്താ പറയാ, ഇപ്പൊ കുറെ പേരുടെ സംശയമാണ്, അതായത് മെയിൻ സംശയമാണ് ഗോറി ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഉണ്ട്. അത് ഒറിജിനൽ മാത്രമേ ഉള്ളൂ. ഗോറി ഡ്യൂപ്ലിക്കേറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പൊതുവെ കുറെ പേരൊക്കെ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഗോറിയുടെ സൈഡ് എഫക്ട് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഫിലിപ്പീൻസ് കമ്പനി ഇറക്കുന്നതുകൊണ്ടാണ്. അത് ഫിലിപ്പീൻസ് നിന്ന് വരുന്ന ഗോറിയാണ് അത്ര സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നതെന്നാണ് അവർ വാദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് സൈഡ് എഫക്റ്റ് ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും സെയിം തന്നെയാണ്, 2 കമ്പനി ഇറക്കുന്നത് മാത്രം. പൊതുവെ ഗോറിനെ കുറിച്ചിട്ട് അവരുടെ കമ്പനിക്കാർ പറയുന്നത് വെച്ചാൽ അവോക്കാഡോ ആൻഡ് അലോവേരയുടെ ഒരു മിക്സ് ആണ് ഗോറി എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി ക്രീം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് കാരണം നമുക്കറിയാം. കാരണം നമ്മളൊക്കെ ഒന്നും ഇല്ലെങ്കിലും അവോക്കാഡോ കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ അലോവേര യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അലോവേര ഒന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റോ അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും വരാൻ പോണില്ല. അലോവേര കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ലതുപോലെ ബ്രൈറ്റൻ ആവും, അല്ലെങ്കിൽ നല്ലപോലെ സ്മൂത്ത് ആവുന്നതൊക്കെ സത്യമാണ്. പക്ഷെ ഒരിക്കലും ഇത്രയും വലിയ സൈഡ് എഫക്റ്റിലേക്ക് നമ്മളെ അലോവേര കൊണ്ട് എത്തിക്കില്ല. അപ്പൊ നമ്മുടെ ഗോറിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ഒറിജിനലിന്റെ മേലെ, അതായത് ആ പെർട്ടിക്കുലർ ഒറിജിനൽ പ്രൊഡക്റ്റിന്റെ മേലെ അവർ ഗോറി ബ്യൂട്ടി ക്രീം എന്ന് എഴുതിയിട്ടുണ്ടാവും. പോരാത്തിന് ഗോറി എന്ന് എഴുതിയതിന്റെ മേലെ ഒരു അവരുടെ തന്നെ ഒരു സിംബലും ഉണ്ട്. ഇനി നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും അതിന്റെ മേലെ ഗോറി എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഉള്ളത് വൈറ്റനിങ് ക്രീം എന്നാണ്. അപ്പൊ വൈറ്റനിങ് ക്രീം എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമുക്കറിയാം, ഇന്നത്തെ മാർക്കറ്റിൽ ഒരു സാധനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാമെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ മടിച്ചു മാറ്റിക്കൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് ഗോറി വാങ്ങി ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കരുതലോടെ ഇരിക്കുക. അൽക്കീമിയ വൾഗാരിസ്, ലൈക്കോപീൻ, മൽവ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗോറിയിൽ മെയിൻ ആയിട്ടുള്ളത്. ഈ ലൈക്കോപീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഗോറി നമ്മളെ വെളുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഹൈ കണ്ടന്റ് ഓഫ് പ്രൊഡക്റ്റ് നമ്മുടെ മുഖത്തുണ്ട്. അപ്പോൾ നമ്മുടെ US പഠനങ്ങൾ ഈ ഒരു ക്രീം കൊണ്ടുപോയിട്ട് അവർ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഹൈ കണ്ടന്റ് ഓഫ്, അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈ കണ്ടന്റ് ഓഫ് മെർക്കുറിയുടെ അംശം ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുന്നത്. അതുപോലെ നമ്മുടെ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരുന്നതും. ഈ ക്യാൻസറിനെക്കാളും മുമ്പ് നമുക്ക് ഗോറി ഏറ്റവും വലിയ തരാൻ പോണ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ ഗോറി ഏറ്റവും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ബ്രെയിനെയും ലിവറിനെയും ആണ്. ഇതിന്റെ രണ്ടിന്റെയും പ്രവർത്തനമാണ് ആദ്യം ഗോറി തടസ്സപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ ഡെയിലി ഗോറി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ പതുക്കെ അത് നിർത്തിക്കൊണ്ട് വരാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ഗോറി ഗോറി ആണെങ്കിലും അത് ഫേസ് ആണെങ്കിലും കെൻസയുടെ കാര്യം എനിക്കിപ്പോ അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. കാരണം കെൻസയെ കുറിച്ച് ഞാൻ കുറെ അന്വേഷിച്ചു, എനിക്ക് എത്ര അങ്ങോട്ട് ഒന്നും കിട്ടിയില്ല. അതായത് ഇതിന് നല്ലതാണെന്നും ആരും പറഞ്ഞു കേട്ടില്ല, അത് മോശമാണെന്നും ആരും പറഞ്ഞു കേട്ടില്ല. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അധികം അറിയാത്തോടെ ഞാൻ കെൻസയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. മേ ബി കെൻസയും ചിലപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഒരു ക്രീം ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഉള്ള ഒരു സാധനമായിരിക്കാം. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. കാരണം അറിയാത്ത ആൾക്കാർക്ക് അത് ഒന്ന് ഉപകാരപ്പെടുമായിരിക്കും. പിന്നെ ഗോറി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മുടെ മുഖം റെഡിഷ് ആയിട്ട് മാറുകയാണ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തേക്ക് ചുവന്ന കളറിലേക്കാണ്. നമ്മളിപ്പോ ഫേസയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മുഖം പെട്ടെന്ന് കറുത്ത് വരികയാണെന്ന് പറഞ്ഞു.
പക്ഷെ എന്താ പറയാ, ഗോറി നമ്മുടെ മുഖത്തിനെ പെട്ടെന്ന് റെഡിഷ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ ശരിക്കും പഠനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ലൈക്കോപ്പിന്റെയും മെർക്കുറിയുടെയും രണ്ടിന്റെയും കൂടിച്ചേരല് നമ്മുടെ മുഖത്തിന് വളരെ, അതായത് ഉള്ളിൽ നമ്മുടെ മുഖത്തിന്റെ ഉള്ളിൽ രാസപ്രവർത്തനങ്ങൾ നടത്താനുള്ള വലിയ എന്താ പറയാ ഒരു വലിയ അളവ് അല്ലെങ്കിൽ വലിയൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വെച്ച് നിർത്തുകയെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഞാൻ നിർത്തുന്നവർക്കൊക്കെയും ഫേഷ്യൽ ഹെയർസ് വല്ലാണ്ട് വരുന്നു എന്നൊരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. വല്ലാതെ ഫേഷ്യൽ ഹെയർസ് വരുന്നു, ഒരുപാട് പിമ്പിൾസ് വരുന്നു, റിങ്കിൾസ് വരുന്നു, ഡാർക്ക് സർക്കിൾസ് വരുന്നു. ഇതൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് വെച്ച് നിർത്തി. അപ്പൊ നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് വെച്ച് നിർത്തരുത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിപ്പോ ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വായിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും വിചാരിച്ചു. അതായത് നിങ്ങൾ എന്താ പറയാ, ഈ ഒരു ഗോറി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു എമൗണ്ട് ഓഫ് ഗോറി എടുത്തിട്ട് അതിന്റെ കൂടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഒഴിക്കുക. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോറിയുടെ വീര്യം കുറയ്ക്കാനാണ്. അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗോറിനെ നമ്മളൊന്ന് ഡയല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ, അതായത് 2-3 ദിവസം ഇടവിട്ടിട്ട് ചെയ്യാം. 3 ദിവസം ഇടവിട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരു 2 തവണ ചെയ്യുമ്പോഴേക്കും ഓൾമോസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ചെന്ന് കാണും. നമ്മൾ ജസ്റ്റ് ഒരു DIY ചെയ്യണം. പിന്നെ ഈ ഒരു കാര്യം എല്ലാ സ്കിന്നുള്ളവർക്കും പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്തായാലും ഡോക്ടറെ ചെന്ന് കാണുന്നത് കുറെ കൂടെ നല്ലതായിരിക്കും. അപ്പോൾ എന്താ പറയാ, എന്റെ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു കണ്ട ലെവലിൽ വെച്ച് നിങ്ങളോട് അറിയിച്ചു എന്നില്ല. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണോ അതുപോലെ അത് റിയാക്ട് ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു ചില ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ച് ക്യാൻസർ വരെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ലെവല് പോലെ ഇരിക്കും ഓരോരുത്തർക്ക് രോഗം വരുന്നത്. ചില ആൾക്കാർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് രോഗം പിടിപെടും. ഇനി രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവർക്ക് ആ രോഗപ്രതിരോധ ശേഷി പയ്യെ ഈ ക്രീംസ് അത് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ രോഗങ്ങളിലേക്ക് അവർ നമ്മളെ തള്ളിയിടും. ഞാൻ ഗോറി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ലാസ്റ്റ് പറയാനുള്ള കാരണം, നമുക്ക് ഗോറി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോ ഈ ഒരു വീഡിയോ എന്താ പറയുക, ചില ആൾക്കാർ ചോദിക്കും ഈ നെഗറ്റീവ് പ്രോഡക്ട്സ് പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. കാരണം ഉപയോഗിക്കുന്നവർ കുറെ പേരുണ്ട്. അപ്പൊ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു അറിവാണെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുക ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ എന്താ പറയുക ഇതിന്റെ ഒരു എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അവിടെ തന്നെ ഒരു സോപ്പ് ഉണ്ട്. ആ സോപ്പ് വെച്ച് നമ്മൾ മുഖം നല്ലപോലെ കഴുകുക. അതായത് ഇതൊരു ഡേ നൈറ്റ് ക്രീമാണ്, നമുക്ക് 2 സമയത്തും തേക്കാം. നമ്മൾ മുഖം നല്ലപോലെ കഴുകുക. ശേഷം ഒരു സ്മോൾ എമൗണ്ട് ഓഫ് സംഭവം ഈ ഒരു ഗോറി എടുത്ത് മുഖത്ത് തേക്കാം. ശേഷം നമുക്ക് ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. ഇതൊരു ഓയിൽ ഫ്രീ എന്താ പറയുക, ഇതൊരു ഓയിൽ ഫ്രീ പ്രൊഡക്റ്റ് ഒക്കെയാണ്. അതായത് നല്ലപോലെ നമ്മുടെ പോഴ്സ് ഒക്കെ അടയാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഇത്രയും വലിയ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഫേസ അല്ലെങ്കിൽ ഗോറി എന്ന് പറയുന്ന ക്രീംസിലേക്കൊന്നും ആരും ചെന്ന് ചാടിക്കൊടുക്കാണ്ടിരിക്കുക. അതായിരിക്കും നമുക്ക് നല്ലത്. കാരണം നമുക്ക് നിറം വെക്കണമെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഈ ഗോറി ഇതൊന്നും പറയുന്ന പോലെ നമ്മൾ എന്താ പറയാ അങ്ങനെ അങ്ങോട്ട് വെളുക്കുന്നല്ല പറയുന്നത്. എന്നാൽ നമ്മുടെ സ്കിന്നിനെക്കാളും കുറെ കൂടെ നമുക്ക് ഷെയ്ഡ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മളിപ്പോ വല്ലാണ്ട് ഡാർക്കർ ആണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ബ്രൈറ്റൻ ആക്കി കൊണ്ടുവരാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ സായിപ്പിനെ പോലെ ആവണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ആവുന്നത്? നമുക്ക് കുറച്ചൊരു നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്കൊന്ന് മാറ്റിക്കൊണ്ടുവരാൻ നല്ലാണ്ട് നമ്മളിൽ തന്നെ നമ്മുടെ സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സൗന്ദര്യം കണ്ടില്ലെങ്കിൽ വേറൊരാൾക്കും അത് കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാലും നമ്മൾക്ക് തന്നെ നമ്മളെ കുറിച്ചൊരു വിലയില്ലാതെ ഉണ്ടാകുമ്പോൾ അവർ കുറ്റം പറഞ്ഞാൽ നമുക്ക് ഏൽക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനത്തെ ക്രീംസിലൊന്നും ചാടിക്കൊടുത്ത് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് കൊണ്ട് നടക്കണ്ട. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്ന് മാക്സിമം നിങ്ങൾ എന്താ പറയാ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ വാങ്ങിച്ചാൽ മതി. ഇനി ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാക്സിമം പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ ചെന്ന് കണ്ടിട്ടൊന്ന് നിർത്താൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കുറെയൊക്കെ അതായത് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ വഴിയോ അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ റിപ്ലൈ ഉറപ്പായിട്ടും തരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും